അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. റബ്ബി ശറഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാം അവൻ്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഒത്തുകൂട്ടുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നമ്മളിൽ ഏവർക്കും വർഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, നമുക്കിന്നൊരു ഹദീസ് മനസ്സിലാക്കാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫിൽ യൗമിൽ ജുംഅത്തി അളഅ ലഹു നൂറിൻ മാ ബൈന ജുംഅത്തൈനി. മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫി യൗമിൽ ജുംഅ, വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അളഅ ലഹു നൂറിൻ, അത് പ്രകാശമായിരിക്കും. മാ ബൈന ജുംഅത്തൈനി, രണ്ട് ജുമുഅകൾക്കിടയിൽ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അവരുടെ ജീവിതം തന്നെ പ്രകാശത്തിലായിരിക്കും എന്ന് കാല സയ്യിദിന വ ഷഫീഉന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ കഹ്ഫ് 18-ാമത്തെ സൂറത്താണ്. അതിൽ 7, 8 എന്നീ ആയത്തുകൾ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു പറയുന്നു, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ വ ഇന്നാ ലജായിലൂന മാ അലൈഹാ സഈദൻ ജുർസാ. ഇന്നാ ജഅൽനാ മാ അലൽ അർളി, തീർച്ചയായും ഭൂമിയെ നാം ആക്കിയിരിക്കുന്നു. അള്ളാഹു പറയുകയാണ്, ഭൂമിയിന്മേലുള്ളതെല്ലാം നാം ആക്കി സീനത്തൻ ലഹാ, ഒരു അലങ്കാരമാക്കിയിരിക്കുകയാണ്. ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല, ഭൂമിയിൽ ആരാണ് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുവാൻ അള്ളാഹു ഭൂമിയെ ഒരു അലങ്കാരമാക്കി. അള്ളാഹു നൽകിയ ജീവിതാലങ്കാരത്തോട് ഉചിതമായി പ്രവർത്തിക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കുവാൻ അള്ളാഹു ഭൂമിയെ ഒരു അലങ്കാരമാക്കിയിട്ട് പിന്നെ അള്ളാഹു എന്താണ് ചെയ്തത്? വ ഇന്നാ ലജായിലൂന മാ അലൈഹാ സഈദൻ ജുർസാ. എന്നിട്ട് അള്ളാഹു ഭൂമിയിന്മേലുള്ളതെല്ലാം നശിപ്പിച്ചു ഒരു മൊട്ടയായ ഭൂപ്രദേശമാക്കി നാം മാറ്റുന്നതാണെന്ന് അള്ളാഹു പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ആയത്ത് ലോക അവസാനത്തിൻ്റെ ഒരു സൂചനയായിട്ടാണ് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ലോക അവസാനത്തിൻ്റെ സൂചനയെപ്പറ്റി പരിശുദ്ധ ഖുർആൻ പല സൂറത്തുകളിലും നമ്മെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. സൂറത്ത് 99, സൂറത്തുൽ സിൽസിലയിൽ പറയുന്നുണ്ട്, ഇദാ സിൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി ശക്തിയായി കിടുകിടുക്കുമ്പോൾ, ഭൂമി ശക്തിയായി പ്രകമ്പനം കൊള്ളുമ്പോൾ, വഅഖ്റജത്തിൽ അർളു അദ്ഖാലഹാ, ഭൂമി അതിൻ്റെ ഭാരങ്ങൾ പുറന്തള്ളിക്കപ്പെടുമ്പോൾ. അതുപോലെ തന്നെ സൂറത്തുൽ ഹജ്ജ് 22-ാമത്തെ സൂറത്താണ്. അതിലും അള്ളാഹു പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും ഇന്ന സിൽസിലത സാഹതി ശൈഉൻ അളീം. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ, നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിച്ച് ജീവിക്കുവീൻ. ഇന്ന സിൽസിലത സാഹതി ശൈഉൻ അളീം, തീർച്ചയായും പ്രകമ്പനം കൊള്ളുന്ന സമയം എത്ര ഭയങ്കരമായിരിക്കുമെന്ന് അള്ളാഹു നമുക്ക് വ്യക്തമാക്കി തരികയാണ്. അതുപോലെ തന്നെ സൂറത്തിൽ യാസീനിൽ അള്ളാഹു പറയുന്നു, ഇൻകാനത്തിയില്ല സൈഹത്തൻ വാഹിദ, ഒരു ഘോര ശബ്ദത്തോടു കൂടി അല്ലാതെ, ഒരു സൈഹത്ത് ബിഗ് ബാങ്, പ്രകമ്പനം എന്നൊക്കെ അർത്ഥം വരും. ഒരു പ്രകമ്പനത്തോടു കൂടി അല്ലാതെ ഭൂമിയെ നാം നശിപ്പിക്കുകയില്ല എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആൻ സൂറത്തിൽ യാസീനിലൂടെ പ്രഖ്യാപിക്കുന്നു. പരിശുദ്ധ ഖുർആൻ്റെ ഓരോ ആയത്തുകളും ഇന്ന് ശാസ്ത്രം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്, അത്ഭുതമായി ശരിവയ്ക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കുക. ലെക്സിക്കൻ യൂണിവേഴ്സൽ എൻസൈക്ലോപീഡിയയിൽ പറയുന്നു, ഒരു നിശ്ചിത കാലത്തിന് ശേഷം ഈ പ്രപഞ്ചം അനന്തസാന്ദ്രതമായ ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് മടങ്ങുകയും രണ്ടാം ഒരു മഹാവിസ്ഫോടനത്തോടു കൂടി അത് അപ്രത്യക്ഷമാകുന്നതാണെന്ന് പറയുകയാണ്. അതുപോലെ
ദ വേൾഡ് എൻസൈക്ലോപീഡിയ, അതിൽ പറയുന്നുണ്ട് ലോകവിജ്ഞാനകോശം, ആൾ ദ മെറ്റീരിയൽ ഇൻ ദ യൂണിവേഴ്സ് വിൽ എക്സ്പ്ലോഡ് അനദർ ഇൻ എഗൈൻ ബിഗ് ബാങ്. ആൾ ദ മെറ്റീരിയൽ ഇൻ ദ യൂണിവേഴ്സ് വിൽ എക്സ്പ്ലോഡ്. ഈ ഭൂമിയിൽ ഉള്ളത് എല്ലാം നശിക്കുന്നതാണ്, സർവ്വതും നാമാവിശേഷമാകും. എഗൈൻ ഇൻ അനദർ ബിഗ് ബാങ്, ഇനി വീണ്ടും ഒരു മഹാവിസ്ഫോടനത്തിൽ ഭൂമി നശിക്കുന്നതാണെന്ന് ശാസ്ത്രം തെളിയിക്കുകയാണ്. അതുപോലെ ഈ ലോകത്തുള്ളതെല്ലാം സർവ്വതും നശിച്ച് നാമാവിശേഷമാകുമെന്ന് പരിശുദ്ധ ഖുർആൻ ആദ്യമായി വിളിച്ചോതുമ്പോൾ ആർക്കാണ് പ്രിയപ്പെട്ടവരെ അത് മറികടക്കാൻ കഴിയുക? നമുക്ക് മരിക്കാതിരിക്കാൻ കഴിയുമോ? ഈ ലോകത്ത് മരണമില്ല എന്ന് അല്ലാഹു കൽപ്പിച്ചിരുന്നുവെങ്കിൽ അത് ഈ ലോകത്തെ പടയ്ക്കുവാൻ നിദാനമായ പ്രവാചക ശ്രേഷ്ഠർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കായിരുന്നേനെ. ഞാനാണ് റബ്ബ്, ഞാൻ അല്ലാഹുവാണ്, എനിക്ക് മരണമില്ല എന്ന് വീമ്പിളക്കിയ ഈ ലോകത്തെ ഏറ്റവും വലിയ നരാധമനും താൻ തോന്നിയും തെമ്മാടിയും അഹങ്കാരിയുമായ ഫിർഔനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം പറിച്ചെടുത്തില്ലേ? അമ്പും വില്ലും എത്രത്തോളം അടുത്തിരിക്കുന്നുവോ അതിനേക്കാൾ അടുത്താണ് ഞാനും എൻ്റെ ഹബീബും ഇരിക്കുന്നതെന്ന് പരിശുദ്ധ ഖുർആനിൽ വിശേഷിപ്പിച്ച ലോകത്തിൻ്റെ നേതാവും കാലത്തിൻ്റെ രാജാവും ലോക മുസ്ലിങ്ങളുടെ മനസ്സിൻ്റെ മാളികയിലെ മാണിക്യ കൊട്ടാരത്തിലെ മാണിക്യ വിളക്കായ ആദരവായ മുഹമ്മദ് മുത്തളി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇന്ന് മദീന മുനവ്വറയിലെ മണിമാറിലെ മണിയറയിൽ അന്ത്യവിശ്രമം കൊള്ളുകയല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം എല്ലാം ഈ ലോകത്തു നിന്നും പിരിയേണ്ടവരാണ്. ദുനിയാവിലെ ജീവിതം ഏറിയാൽ 100 വർഷത്തിന് താഴെ, അല്ലെങ്കിൽ ഇന്ന് രോഗമോ മാരകമായ രോഗങ്ങളോ വയസ്സിൻ്റെ വലിപ്പമോ മരണത്തിന് ആവശ്യമില്ല. ഈ ദുനിയാവിലെ വീട് വിട്ടാൽ, താൽക്കാലികമായ വീട് വിട്ടാൽ പിന്നെ ശാശ്വതമായ ഭവനം ഖബറെന്ന വീടാണ്. മഹാനായ തഴവ ഉസ്താദ് പറഞ്ഞ ബൈത്തിൽ കാണാം, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. അത്രയ്ക്കും ഭയങ്കരമാണ് ഖബർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വിശേഷിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3-ാം ഖലീഫയായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മഹാനവർകൾ ഖബർ കാണുമ്പോഴും ഖബർ എന്ന് കേൾക്കുമ്പോഴും കരയുമായിരുന്നു. മഹാനവറുകൾ കരഞ്ഞ് മുഖത്തു നിന്നും കരഞ്ഞ കണ്ണുനീർ ചാലികൾ കാണാമായിരുന്നു. മഹാനവറുകളുടെ താടിയിൽ വെള്ളം ധാരധാരയായി ഒഴുകുമായിരുന്നു കണ്ണുനീര് കൊണ്ട്. ഇത് കണ്ട് സഹാബാക്കൾ ചോദിച്ചു, മഹാനവറുകളെ, എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ കരയുന്നത്? സ്വർഗത്തെക്കുറിച്ച് കേട്ടാലും നരകത്തെക്കുറിച്ച് കേട്ടാലും താങ്കൾ ഇങ്ങനെ കരയുകയില്ലല്ലോ, എന്താണ് ഖബറിനെ പറ്റി കേൾക്കുമ്പോൾ താങ്കൾ കരയുന്നത്? മഹാനവറുകൾ പറഞ്ഞത്, കൂട്ടുകാര ഖബറെന്ന് കേൾക്കുമ്പോൾ ഞാൻ കരയുന്നത് അൽ ഖബറു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, പരലോകത്തെ വീട്ടിലെ ആദ്യത്തെ വീടാണ്, ചവിട്ടുപടിയാണ് ഖബറെന്ന വീട്. ആ ഖബറെന്ന വീട്ടിൽ ആ ഖബറെന്ന വീട്ടിലെ പരീക്ഷണത്തിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെയെല്ലാം വിജയത്തിലാണ്. ആ ഖബറിൽ നമ്മൾ പരാജയപ്പെട്ടു പോയാൽ പിന്നെയെല്ലാം പരാജയത്തിലാണെന്ന് മഹാനവർകൾ പറയുകയുണ്ടായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഖബറെന്ന വീട്, താൽക്കാലികമായ ഈ ദുനിയാവിലെ വീട് അലങ്കരിക്കുമ്പോൾ നമ്മൾ ശാശ്വതമായി ചെന്ന് കിടക്കാനുള്ള ഖബറെന്ന വീട് നമ്മൾ അലങ്കരിക്കുക, നമ്മൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് അലങ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു മയ്യത്തിൻ്റെ കൂടെ 3 വസ്തുക്കൾ പോകുന്നു. യത്ബഅൽ മയ്യത്തു സലാസത്തൻ, മയ്യത്തിനെ പിന്തുടരുന്നു 3 വസ്തുക്കൾ. ഒരു മയ്യത്തിനെ വീട്ടിൽ നിന്നും ഇറക്കുമ്പോൾ മയ്യത്തിൻ്റെ കൂടെ 3 വസ്തുക്കൾ പിന്തുടരുന്നു. ഒന്ന് മാലുഹു, അവൻ്റെ ധനം; ഒന്ന് അമലുഹു, അവൻ്റെ പ്രവർത്തനം; ഒന്ന് അഹ്ലുഹു, അവൻ്റെ കുടുംബം. എറിജു ഇഥനാനി, 2 പേർ തിരിച്ചു വരുന്നത് മാലുഹു വാഹിലുഹു, സമ്പത്തും കുടുംബവും തിരിച്ചു വരികയും യബ്ഖാ വാഹിദൻ, അവശേഷിക്കുന്നത്, ആ ഖബറിൽ അവശേഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അമലുകൾ മാത്രമാണ്, ആ മനുഷ്യൻ്റെ കർമ്മങ്ങൾ മാത്രമായിരിക്കുമെന്ന് കാല സയ്യിദിന റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ ഒരിക്കൽ ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ മാത ഇബ്നു ആദമ ഇൻഖത അമലുഹു ഇല്ലാ മൻ സലാസത. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും മുറിഞ്ഞു പോകുന്നു. ഒന്ന് സദഖത്തുൽ ജാരിയ, മുറിഞ്ഞു പോകാത്ത 3 കാര്യങ്ങളാണ്. സദഖത്തുൽ ജാരിയ, നിലനിൽക്കുന്ന ദാനധർമ്മം ഒന്ന്. രണ്ടാമത്തേത് ഇൽമൻ നാഫിയ ഇൽമ, ഉപകാരപ്പെടുന്ന വിവരം. നമ്മൾ അറിവ് പഠിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് അറിയിക്കുകയും ചെയ്യുക എങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ നാഫിയ ഇൽമാകുകയുള്ളൂ. മൂന്നാമത്തേത് വലദിൻ സാലിഹിൻ യദൂലഹു, സാലിഹായ സന്താനങ്ങളുടെ പ്രാർത്ഥന. ഈ 3 കാര്യങ്ങളുടെയും പ്രതിഫലം ഖബറിൽ ഒഴുകിക്കൊണ്ടിരിക്കുമെന്ന് കാല സയ്യിദിന റസൂലുള്ളാഹി. അപ്പോൾ നമ്മളുടെ ഈ താൽക്കാലികമായ ഭവനം വിട്ട് നമ്മൾ ശാശ്വതമായ ഭവനത്തിലേക്ക് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ കൊണ്ടുപോകേണ്ടത് തഖ്വയാണ്. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുള്ള ജീവിതം നയിച്ച അമലു സ്വാലിഹാത്തുകൾ നമ്മുടെ ഖബറിൽ കൊണ്ടുപോകുക. നമ്മളിൽ നിന്നും കൊണ്ടുപോകുന്ന നമ്മളൊരു കൂട്ടുകാരൻ നമുക്ക് ആവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖബറിൽ നമ്മൾ ഒരു മനുഷ്യനെ കൊണ്ടുവയ്ക്കുമ്പോൾ നീലക്കണ്ണുള്ളതും കറുത്തതുമായ 2 മലക്കുകൾ അവശേഷിക്കുന്നതാണ്. അതോടൊപ്പം നമുക്ക് വേണ്ടത് നമ്മുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടായ കൂട്ടുകാർ മാത്രമാണ്, നമ്മുടെ അമലു സ്വാലിഹാത്തുകൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ. അത് തഖ്വയാണ്. തഖ്വയിൽ നിന്നുള്ള സൽക്കർമ്മമാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളുടെയും മുഹ്സിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നമ്മുടെ ആദർശങ്ങൾ നമ്മൾ മനസ്സിലാക്കി, സുന്നത്തുകൾ മനസ്സിലാക്കി ജീവിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നമ്മൾ സ്വർഗത്തിൽ കടക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കെല്ലാവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും നീ പുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, അറിഞ്ഞും അറിയാതെയും ധാരാളം വലുതും ചെറുതുമായ തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് നാഥ. അതെല്ലാം നീ പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, ശാരീരികമായും മാനസികമായും പൈശാചികമായുമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും മാറ്റി ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. യാ അല്ലാഹ്, ഈ ദുആയെ നീ കബൂലാക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, ഈ ദുആയെ നീ കബൂലാക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا وارحمنا ولوالدينا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين يا رب العالمين. السلام عليكم ورحمة الله وبركاته.